അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ നയം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ നാളെ മുതൽ എന്തെല്ലാം മാറ്റങ്ങൾക്കാണ് തുടക്കമാകുക എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ തിങ്കളാഴ്ച US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനത്തിൽ വിശദീകരിച്ചിരുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന കരാറിൽ ഇടനിലക്കാരനാകാനുള്ള ശ്രമങ്ങൾ മന്ദഗതിയിലായതിനാൽ തന്നെ വർദ്ധിപ്പിച്ച ലെവികളുമായി മുന്നോട്ടു പോകാനാണ് വൈറ്റ് ഹൗസ് പദ്ധതിയിടുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയാണ് ഈ നോട്ടീസ്. 2025 ഓഗസ്റ്റ് 27 പുലർച്ചെ 12:01 കിഴക്കൻ പകൽ സമയത്തോ അതിനുശേഷമോ ഉപഭോഗത്തിനായി കൊണ്ടുവരുന്നതോ ഉപഭോഗത്തിനായി വെയർഹൌസിൽ നിന്ന് പിൻവലിക്കുന്നതോ ആയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിപ്പിച്ച ലെവികൾ ബാധകമാകുമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് മേൽ US അധിക താരിഫ് ചുമത്തുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നിന്ന് 50% തീരുവ ഇരട്ടിയാക്കാൻ പദ്ധതിയിടുന്നതായി ട്രംപ് ഈ മാസം ആദ്യം പ്രഖ്യാപിക്കുകയും അത് പിന്നീട് നടപ്പാക്കുന്നതിനുള്ള സമയപരിധി ഓഗസ്റ്റ് 27 നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. മോസ്കോയുടെ എണ്ണ വ്യാപാരം തടയാൻ ശ്രമിച്ചുകൊണ്ട് യുക്രൈനെതിരായി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഒത്തുതീർപ്പിന് സമ്മർദ്ദം ചെലുത്താമെന്നാണ് USന്റെ പ്രതീക്ഷ. എന്നാൽ ദ്വിതീയ താരിഫുകൾ എന്ന് വിളിക്കപ്പെടുന്നവ അന്യായമാണെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ US നടപടിയെ അപലപിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ കർഷകരുടെയും ചെറുകിട ബിസിനസ്സുകളുടെയും താൽപ്പര്യങ്ങളിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് മേൽ 50% US തീരുവ ചുമത്താനുള്ള സാധ്യത വളരെ വലുതാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് അതിന്റെ പ്രസ്താവന വന്നത്. തന്നെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും താൽപ്പര്യങ്ങളാണ് പരമപ്രധാനം. നമ്മുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചേക്കാം, പക്ഷേ നമ്മൾ അതെല്ലാം സഹിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയുടെ ഊർജ്ജ തെരഞ്ഞെടുപ്പുകളെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ശക്തമായി തന്നെ പ്രതിരോധിച്ചു. ന്യൂഡൽഹി അതിന്റെ ദേശീയ താൽപര്യത്തിനും തന്ത്രപരമായ സ്വയംഭരണത്തിനും അനുസൃതമായി തീരുമാനമെടുക്കുന്നത് തുടരണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു.